ഹായ് ഗൈസ്, നിങ്ങൾ ജർമ്മനിയിലോട്ട് നഴ്സിംഗ് ഹോസ്പിറ്റലും ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണോ? എന്നാൽ ഈ കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കും. ഫസ്റ്റ് കാര്യം, നമുക്ക് ജർമ്മനിയിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ലാംഗ്വേജ് പഠിച്ച് അതിൻ്റെ പ്രോസസ്സിങ് ചെയ്ത് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് മിനിമം നമുക്കൊരു 2 years എങ്കിലും എടുക്കും. കാരണം ഇവിടുത്തെ പ്രോസസ്സിങ് എങ്ങനെ പോയാലും അത്ര സ്പീഡിൽ നടക്കില്ല. പിന്നെ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ പഠിക്കുന്ന ഈ 3 year ഹൗസ്പിറ്റലും നമുക്ക് ഫുള്ളി ജർമ്മനിലായതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കുന്ന സമയത്ത് പ്രസന്റേഷൻസ് ഉണ്ടാവും, പ്രോജക്ട്സ് ഉണ്ടാവും. എല്ലാ വീക്കിലും അതുപോലെ തന്നെ മന്ത്സിലും നമുക്ക് ക്ലൗസൂസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ പ്രൂഫുങ്സ് ഉണ്ടായിരിക്കും. ഇതിന്റെ മാർക്ക് എല്ലാം ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ലാസ്റ്റ് അബ്ഷ്ലൂസ് പ്രൂഫിങ്ങിന് നമുക്ക് എക്സ്റ്റേണൽ മാർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് 3 year ഹൗസ്പിറ്റലും ചെയ്യുന്ന സമയത്ത്. പിന്നെ നമ്മൾ ഈ 3 years ഡിഫറെൻറ്റ് ബറാഷിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആഫ്റ്റർ നമ്മുടെ 3 year ജനറാലിസേഷൻ ഹൗസ്പിറ്റലും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഹോസ്പിറ്റൽസിലാണെങ്കിലും ഓൾഡ് ഏജ് ഹോംസിലാണെങ്കിലും സൈക്കാട്രിയിലാണെങ്കിലും ഏത് ബറാഷിൽ വേണമെങ്കിലും നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓൾസോ നമ്മുടെ ഈ 3 year ഹൗസ്പിറ്റലും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ജർമ്മനിക്ക് പുറമെ യൂറോപ്പിലെ ഏത് കൺട്രിയിൽ വേണമെങ്കിലും നമുക്ക് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അറ്റ് ദ എൻഡ് ഓഫ് ദിസ് 3 years നമുക്ക് ഒരു യൂബറാഷും പ്രൂഫും ഉണ്ടായിരിക്കും. ബിക്കോസ് നമ്മൾ പഠിച്ച 3 yearsലെ എല്ലാ ടോപ്പിക്സും വെച്ചിട്ടായിരിക്കും നമുക്ക് അബ്ഷ്ലൂസ് പ്രൂഫും ഉണ്ടായിരിക്കുക. അപ്പോൾ ജർമ്മനിയിലെ നഴ്സിംഗ് ഹോസ്പിറ്റലും ഒരു ഡിപ്ലോമ ആയതുകൊണ്ട് പഠിക്കാൻ എളുപ്പമാണെന്നൊരു ധാരണ ഉണ്ടെങ്കിൽ അത് വിട്ടേക്ക്. അപ്പോൾ ശരി, ബൈ.